ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം CPM-നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മുന്നണിയുടെ സംഘാടകരിൽ പ്രധാനിയാണ്. ഞങ്ങളെ വസത്തിനൊന്നും ഓർമ്മയില്ലാത്തതുകൊണ്ടാണ് വസന്ത് എല്ലാം ഉത്തരത്തിലുള്ളത് എടുക്കുകയും വേണം, കക്ഷത്തിലുള്ളത് പോവുകയും ചെയ്യരുത്. അങ്ങനെ ഒരു നിലപാട് ശരിയാണോ? അതല്ല, ഒന്നാം UPA സർക്കാരിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നതെങ്കിൽ അത് സഖാവ് സുർജിത്താണ്. സുർജിത്തിന്റെ നേതൃത്വത്തിലാണ് ഒന്നാം UPA സർക്കാർ. ഒരുപക്ഷെ അന്ന് ലോക ഞാൻ പറയട്ടെ, ഒന്നാം UPA സർക്കാരിന്റെ അങ്ങ് ഒരു കാര്യം ചെയ്യൂ. സോമനാഥ് ചാറ്റർജിയുടെ ആത്മകഥ ഉണ്ടെന്ന് വായിച്ചു പോകും. ആ ആത്മകഥയിൽ വളരെ കൃത്യമായിട്ടുണ്ട്. അന്ന് ഇന്ത്യയുടെ സ്പീക്കറായിരുന്നു, പാർലമെന്റിന്റെ സ്പീക്കറായിരുന്നു സോമനാഥ് ചാറ്റർജി. ജ്യോതി ബസുവിനെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി ക്ഷണിച്ചതാണ് അന്ന്. അത് വേണ്ടെന്ന് വെച്ച് ഇടതുപക്ഷം ഭരണത്തിൽ പങ്കാളിയാവില്ലെന്നെടുത്ത തീരുമാനമാണത്. CPM-ന്റെ പോളിറ്റ് ബ്യൂറോ എടുത്ത തീരുമാനമാണ്. ഞങ്ങൾക്ക് രാഷ്ട്രീയം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ ആ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ വോട്ട് വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയമല്ല. ഞങ്ങൾ CAA-ക്കെതിരെ ഒരു നിലപാടെടുത്തിട്ടുണ്ട്. ഇന്ത്യ ഒട്ടാകെ ആ നിലപാടാണ്. ഞങ്ങൾ പാർലമെന്റിനുള്ളിൽ അതിനെ സംബന്ധിച്ച് അഭിപ്രായം പറഞ്ഞു. പാർലമെന്റിന് പുറത്ത് ഞങ്ങൾ സമരം ചെയ്തു. കേരളത്തിലെ UDF എന്താ ചെയ്തേ? ഞങ്ങൾക്കൊപ്പം ഒരുമിച്ച് സമരം ചെയ്തു. അതുപോലെ നിയമസഭയിൽ ഈ നിയമം, ഇന്ത്യയിൽ പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് സംയുക്തമായി പ്രമേയം പാസാക്കി. ഇപ്പോ സമരം ചെയ്യാൻ, ആ നിയമം പ്രാബല്യത്തിൽ വരുന്ന ഘട്ടത്തിൽ സമരം ചെയ്യാൻ ക്ഷണിച്ചിട്ട് പോലും സമരത്തിന് വരാൻ പോലും ധൈര്യമില്ലാത്ത മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുകയാണ് കോൺഗ്രസ്. അദ്ദേഹം അടുപ്പിച്ച് നുണകൾ പറയാണ്. CAA-യുമായി ബന്ധപ്പെട്ട് ഏത് സമരമാണ് CPM നടത്തിയത്? CAA റൂൾസ് വന്നതിന് ശേഷം, വസന്തയർ CAA-യുടെ റൂൾസ് വന്നതിന് ശേഷം അങ്ങ് പരിശോധിക്കൂ. കേരളത്തിൽ ഇടതുപക്ഷം നടത്താൻ പോകുന്ന സമരത്തിൽ, സംയുക്തമായി നടത്തുന്ന സമരത്തിന്റെ ഇത് നമ്മുടെ മുന്നിൽ ഇവിടെ ഉള്ളതല്ലേ? നിങ്ങളുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ, അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരുമിച്ച് സമരം ചെയ്യും, CAA സമരത്തിൽ പങ്കാളിയാവാൻ കഴിയില്ല. കേരളത്തിലെ നമ്മുടെ മുസ്ലിം സഹോദരന്മാർക്കും സഹോദരിമാർക്കും യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. കാരണം കേന്ദ്രം നടപ്പിലാക്കുന്ന ഒരു നിയമം അത് കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറയുന്നതിലെ രാഷ്ട്രീയ കാപട്യം എന്നാണ് അവർ തിരിച്ചറിഞ്ഞുകൊണ്ട് മാത്രമല്ല CAA എന്തൊരു ഭീകര ജീവിയാണ്, ജന്തുവാണ് എന്ന അടിച്ചേൽപ്പിക്കുകയാണല്ലോ നിങ്ങളിപ്പോഴും. പക്ഷേ അവർ സത്യം മനസ്സിലാക്കുന്നുണ്ട്. അതാണ് വാസ്തവം. മതത്തിന്റെ പേരിൽ പൗരത്വം നിശ്ചയിക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല. അതിനി ഞങ്ങൾക്ക് പാർലമെന്റിൽ ഭൂരിപക്ഷം കിട്ടുമെന്ന പ്രതീക്ഷ കൊണ്ട് പറയുന്നതല്ല. ഞങ്ങൾ ജനങ്ങൾക്കൊപ്പം നിരത്തിലാണ് സമരം നടത്തുക. ആ പരിപ്പ് വേവൂല ഈ തെരഞ്ഞെടുപ്പിൽ. നിങ്ങൾ ഇനി എത്ര ആവർത്തിച്ചു കഴിഞ്ഞാൽ ആ പരിപ്പ് വേവൂല. എന്തായാലും 26-ന് വളരെ ദിവസങ്ങളൊന്നും ഇല്ലല്ലോ. തെരഞ്ഞെടുപ്പ് ഒന്ന് കഴിയട്ടെ. സഖാവ് പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ള വാക്കുകൾ അത് ഏതൊക്കെ അർത്ഥത്തിൽ തെളിവ് സഹിതം നമുക്ക് സംസാരിക്കാൻ ഒരു അവസരം തെരഞ്ഞെടുപ്പ് റിവ്യൂവിൽ ഉണ്ടാവുമല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ അറിയാം, കേരളത്തിൽ NDA-യുടെ താമര വിരിയാനേ പോകുന്നു. ഉണ്ടായിരുന്ന ഒരു താമര പോലും നിയമസഭയിൽ പൂമ്പടച്ചതാണ് ഇടതുപക്ഷം. അത് മറന്നുപോകരുത്. അത് കേരളത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത്. ഇനി ഞാൻ വലതുപക്ഷത്തെ കൂടെ അതാണ് നേരത്തെ രാധാകൃഷ്ണ മേനോൻ അത് പരോക്ഷമായി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അതായത് BJP എവിടെയെങ്കിലും വിജയിച്ച് വരികയാണെങ്കിൽ അവിടെ നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവും. അതാണല്ലോ എത്രയെത്ര ഉദാഹരണങ്ങളുണ്ട്. നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടതല്ലേ? മഞ്ചേശ്വരത്ത് നോക്കിയാൽ അത് ഓപ്പണായിട്ട് തുറന്നു പറയുകയും ചെയ്തു. മുസ്ലിം ലീഗിന് MLA പറയുകയും ചെയ്തു, ഞങ്ങളെ സഹായിച്ചതാണെന്ന് പറഞ്ഞു. ഇല്ലേ? ഞാൻ പറയുന്നത് കള്ളാണോ അഡ്വക്കേറ്റ് അസ്ക? അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ട്. ആ ഒരു ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത് ഒരു കാരണവശാലും കേരളത്തിൽ നിന്ന് താമര വിരിയില്ല എന്ന്. ആ അഡ്ജസ്റ്റ്മെൻറ്റ് അതിപ്പോഴും നടത്തുന്നു. പക്ഷേ നിങ്ങൾ ഇങ്ങനെ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി, വോട്ടർമാരെ പറ്റിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പിണറായിയെ വിമർശിക്കുന്നു, പിണറായി രാഹുലിനെ വിമർശിക്കുന്നു. അപ്പോൾ ഞങ്ങൾ സംശയിക്കുന്നത് പോലെ അതൊരു പ്രഹസനമാണ്, അതൊരു നാടകമാണ്. അത് സമ്മതിക്കുന്ന അല്ലെങ്കിൽ അത് അംഗീകരിക്കുന്ന പരാമർശങ്ങളാണ് അസ്കറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്.